ഹലോ ടോബീസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടാറ്റ ടിയാഗോയുടെ XTA വേരിയൻ്റാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. ടിയാഗോ XTAയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഏകദേശം 7,26,000 രൂപയ്ക്ക് അടുത്താണ്. കൂടുതൽ ഡീറ്റെയിൽസിനും ഓഫേഴ്സിനൊക്കെ ആയിട്ട് ഗൂഗിളിൻ്റെ നമ്പർ കൊടുക്കാം, അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഫ്രണ്ട് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാരജൻ ഹെഡ്ലാമ്പാണ് വരുന്നത്. അതിനടുത്തായിട്ട് ഹാരജൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഈ ഒരു വണ്ടിയിൽ ഫ്രണ്ട് പാർക്കിംഗ് സൈഡ്സ് ആക്സറേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ആക്സറേറ്റ് ചെയ്തതാണ്. ഫോഗ് ലാമ്പ് ടോപ്പ് എൻഡ് വേരിയൻ്റായിട്ടുള്ള XZ പ്ലസിൽ മാത്രമാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വന്നാൽ 14 ഇഞ്ചിൻ്റെ ഹൈപ്പർ സ്റ്റൈലൈസ്ഡ് വീൽസ് ആണ് വരുന്നത്. അതായത് അലോയ് വീൽസ് അല്ല, അതുപോലെ തോന്നിക്കുന്ന സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. OR വീംസിന് ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. മുകളിലായിട്ട് നോർമൽ ടൈപ്പ് ആൻറ്റിന കാണാം. ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. ടൈൽ സെക്ഷനിലേക്ക് വന്നാൽ റിയർ വൈപ്പർ വരുന്നില്ല, എന്നാൽ റിയർ ഡിഫോഗർ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഡാഷ് ക്യാം ആക്സറേറ്റ് ചെയ്തതാണ്. റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ബാക്കിലേക്ക് 2 പാർക്ക് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ടിലേക്ക് വന്നാൽ ഒരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്. 242 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. സ്പെയർ വീൽ വരുന്നുണ്ട്. ഇതാണ് കീ വരുന്ന ഫ്ലിപ്പ് കീ ആണ്. ഇതിൽ ലോക്ക്, ഫോളോ മീ ഹെഡ്ലാമ്പിന്റെ ബട്ടൺ, അൺലോക്ക് ബട്ടൺ എത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോർ പാഡിലേക്ക് വന്നാൽ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാം, എന്നാൽ ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. താഴേക്ക് വന്നാൽ ഒരു ബോട്ടിൽ ഹോൾഡ് കൊടുത്തിട്ടുണ്ട്. സീറ്റ്സിലേക്ക് വന്നാൽ ഇത് ആക്സറേറ്റ് ചെയ്ത സീറ്റ് കവറാണ്. ഫാബ്രിക് സീറ്റ്സ് ആണ് നോർമലായിട്ട് വരുന്നത്. സീറ്റിൽ മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് 2 സീറ്റിനും അഡ്ജസ്റ്റബിൾ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാറ്റും ആക്സറേറ്റ് ചെയ്താണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ 2 സ്പോക്കാണ്. അതുപോലെ ഫ്ലാറ്റ് ബോട്ടമാണ് വരുന്നത്. ലെതർ ആർട്ടല്ല, ലെഫ്റ്റ് സൈഡിലായിട്ട് മൾട്ടിമീഡിയ ഫോണ്ടേ കൺട്രോൾസ് വരുന്നുണ്ട്. റൈറ്റ് സൈഡ് ബ്ലാങ്ക് ആണ്. സ്റ്റീയറിംഗ് നമുക്ക് ടിൽറ്റ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഫുൾ ഡീറ്റെയിൽ ഇൻസ്ട്രുമെന്റ് കൺസോളാണ് വരുന്നത്. ഒരു 7 ഇഞ്ചിൻ്റെ ഇൻഫോഡൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആപ്പിൾ കാർബൈഡ് ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് വയർലെസ് അല്ല, വയർഡാണ് വരുന്നത്. താഴേക്ക് വന്നാൽ റിയർ ഡിഫോഗറിൻ്റെ സ്വിച്ച് കാണാം. അവിടുന്ന് താഴേക്ക് വന്നാൽ മാനുവൽ AC ആണ് വരുന്നത്. അതിന് താഴെയായിട്ട് ഒരു ടൈപ്പ് എ പോർട്ട് വരുന്നുണ്ട്. അതിനടുത്തായിട്ട് ടോൾ സോക്കറ്റ് വരുന്നുണ്ട്. ഈ വണ്ടിയിൽ ഡാഷ് ക്യാം ആക്സറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പവർ വരുന്നത് ഈ ടോൾ സോക്കറ്റിൽ നിന്നാണ്. ഇവിടെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതാണ് 5 സ്പീഡ് IMTയുടെ ഗിയർ സെലക്ടർ വരുന്നത്. താഴേക്ക് വന്നാൽ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ആംറസ്റ്റ് ഒന്നും വരുന്നില്ല. മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത്. IR വീമിന് മാനുവൽ ഡിമ്മിങ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് വൈസറിൽ ഒരു വാനിറ്റി മിറർ വരുന്നുണ്ട്. റൈറ്റ് സൈഡ് വൈസറിൽ ഒരു ടിക്കറ്റ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. റിയർ ഡോർ പാഡിലേക്ക് വന്നാൽ ഇവിടെയും ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സീറ്റിൽ 2 ഫിക്സ്ഡ് കട്ടർസാണ് കൊടുത്തിരിക്കുന്നത്. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് 3 മാസ്റ്റേഴ്സിനും കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ക്യാമറസ് ഒന്നും വരുന്നില്ല. അതുപോലെ AC വെൻസും വരുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. See you soon and drive safe.